എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ആദ്യമായി ഇന്നേ ദിവസം ബദലിൽ നിന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ആദ്യം മുതലേ നമുക്ക് പിന്തുണ നൽകി ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ നമ്മുടെ പ്രധാന ചടങ്ങായ അനാച്ഛാദന കർമ്മം നിർവഹിച്ച ചാലക്കുടിക്കാർക്ക് ഏറ്റവും പ്രിയനായ ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാൻ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹനീയ മുഹൂർത്തം അനുഗ്രഹ പ്രഭാഷണത്താൽ ധന്യമാക്കിയ നമ്മോടൊപ്പമായിരിക്കുന്ന ഇരിഞ്ഞാലക്കുട രൂപ വികാരി ജനറൽ വിൽസൺ ഈരത്തറച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടാനായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ ചാലക്കുടി ഫൊറോന വികാരി ഫാദർ വർഗീസ് പാട്ടാനച്ചനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പലി സോമനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വികാരി ജൈനത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഈ ദിവസത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച നമ്മുടെ സ്വന്തം ജൈനത്തിന് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവേളയിലേക്ക് വന്നിട്ട് കുറച്ച് നാളായെങ്കിലും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മദർ റൂബി സിസ്റ്ററിന്റെ അഭാവത്തിൽ അസിസ്റ്റന്റ് മദർ സിസ്റ്റർ ഇസ്മയിലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവയുടെ സെക്രട്ടറി ശ്രീ ബൈജു കള്ളിത്തുറമ്പിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൈകാര്യ പ്രതിനിധി ശ്രീ ഷിബു കള്ളിത്തുറമ്പിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രഭാഷണം നടത്തുന്ന ശ്രീ ആന്റണി വേലിക്കകത്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 10ാം വാർഡ് മെമ്പർ ജോയി ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിനത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും ദേശീയ കുടുംബത്തിലെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അതിഥിയായിട്ട് നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ചാലക്കുടിയുടെ ആദരണീയനായിട്ടുള്ള MP ശ്രീ ബെന്നി ബെഹന്നാൻ അവറുകളെ, നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഇരുത്തറച്ച, തേശ്ശേരി പള്ളിയുടെ വികാരിയും ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട ചെയിൻ കടവിനച്ച, കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ, നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ബിനോയ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൈക്കാരന്മാരായിരിക്കുന്ന ശ്രീ ആന്റണി വെളികം, അതുപോലെ തന്നെ ഷിബു കള്ളിയത്തുപറമ്പിൽ, സെക്രട്ടറി ആയിരിക്കുന്ന ബൈജു, നമ്മുടെ കോൺവെന്റിന്റെ മദർ സുപ്പീരിയർ ഡെലിഗേറ്റ് ചെയ്തിവിടെ ആയിരിക്കുന്ന അസിസ്റ്റന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റൂബി, വേദിയിലും സദസ്യം ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഏറ്റവും പ്രിയമുള്ള സഹോദര വനിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, ഞാൻ ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സുവിശേഷ സന്ദേശം പറഞ്ഞുകൊണ്ട് നിന്റെ ഒരു പ്രഭാഷണത്തിന് മുതിർന്നില്ല. എന്നാൽ വലിയ സന്തോഷത്തോടുകൂടി തേശ്ശേരിക്കാരൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഹോള് ഇവിടെ വേണമെന്നുള്ള ആഗ്രഹം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഈ ഇടവക രൂപീകൃതമായി അതിനുശേഷം അന്നു മുതലുള്ള ആഗ്രഹമാണ് പഴയ പള്ളി ഹോളായിട്ട് ഉപയോഗിക്കുന്നത് മാറ്റിയിട്ട് പുതിയൊരു ഹോൾ ആധുനിക സൗകര്യങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന്. ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഹോളിലേക്ക് കടന്നപ്പോൾ ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടെ AC ഫിറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് ക്രമീകരിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടെ ഈ ഹോള് ഇന്ന് പൂർത്തിയായിരിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഈ ഹോള് മനോഹരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. ഇടവകാംഗങ്ങളുടെ വലിയ സഹകരണം ഇതിന്റെ പുറകിലുണ്ട്. നേരത്തെ ചരിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ബഥേൽ ഹോള് നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഒരുപക്ഷെ പുസ്തകങ്ങളൊക്കെ പോകുന്നു. നാളെ പിതാവിൻ്റെ പ്രതിഷ്ഠ, നാളെ അദ്ദേഹത്തെ നേരിൽ കണ്ട മോദിക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അങ്ങയുടെ അനുവാദത്തോടുകൂടി ആഘോഷിക്കുന്നത് തേശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഈ ഹാളിന്റെ നിർമ്മാണത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച സുമനസ്സുകളെ ആദരിക്കുന്ന നിമിഷങ്ങളാണ്. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ടാകാം. സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാകാം. സ്വന്തം ബിസിനസ് പോലും മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് 7 മാസം കൊണ്ട് നമുക്ക് ഈ ഹാളിൽ നിർമ്മാണം എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ആദരിക്കുന്നതോടൊപ്പം അവരെ കുടുംബാംഗങ്ങളെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. ആദ്യമായിട്ട് അല്ലെ ഈ ഹാള് എന്ന് പറയുമ്പോൾ, ബഥേൽ പാരിഷ് ഹാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ശ്രീ ബിനോയ് കള്ളിയത്തുപറമ്പിലാണ്. നമ്മുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് അതിന്റെ നെടുന്തൂണായി വർത്തിച്ചത്, അതായത് ഈ സ്വപ്നം ഇന്നിവിടെ 7 മാസം കൊണ്ട് പൂവണിയുന്നുണ്ടെങ്കിൽ അതിനെ തുടക്കം മുതൽ നവംബർ 17-ാം തീയതി മുതൽ ഈ ജൂൺ 28-ാം തീയതി വരെ അഹോരാത്രം ഏറ്റവും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കഠിനാധ്വാനത്തോടും കൂടെ പണിയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് ചേട്ടനാണ്. അതുകൊണ്ട് അത് ബിനോയ് ചേട്ടനെ കൂടി പറയുകയാണെങ്കിൽ സ്വന്തം കുടുംബവും ബിസിനസ്സും എല്ലാം മറന്നു എന്ന് വെച്ചാൽ രാവിലെ 7 മണിക്ക് ഇവിടെ വരും, വൈകിട്ട് രാത്രി എപ്പോഴും പോകാന്ന് അറിയില്ല. സാധാരണ ആദ്യത്തെ മാസങ്ങളൊക്കെ ഒരു വൈകുന്നേരം 7 മണിക്കാകുമ്പോൾ പോകും. അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 1-2 മാസമായിട്ട് രാത്രി പോകുന്നത് 9 മണിക്ക് 10 മണിക്കൊക്കെയാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം അത് വിട്ടുകളഞ്ഞു. സ്വന്തം ബിസിനസ് അത് മറന്നു. അത് കുറെ നാളായിട്ട് ഒന്നുമില്ല എന്നാണ് വീരായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കും, ശരിക്കും ആരാണ് അതിന്റെ എഞ്ചിനീയർ? ഇത്രയും മനോഹരമായിട്ടുള്ള ഹോളിലൂടെ പണിയുമ്പോൾ ആരാണ് അതിന്റെ എഞ്ചിനീയർ? ഞാൻ പറയും, നമുക്ക് വേറെ സത്യം പറയാലോ, ഇതിന് എഞ്ചിനീയർമാരുണ്ടായിരുന്നില്ല. ഇതിന്റെ എഞ്ചിനീയർ ഈ ഇരിക്കുന്ന ബിനോയ് കള്ളിയത്തുപറമ്പിലായിരുന്നു. ഒന്ന് കൈയടിക്കുക നിങ്ങള്. ഒരു എഞ്ചിനീയർ ഇല്ലാണ്ട് ഹോളിൽ പണിതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ആ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. ഇനി എഞ്ചിനീയർ ആവണോ? എഞ്ചിനീയർ ആയിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ ആവണോ? ഇലക്ട്രീഷ്യൻ ആയിട്ട്. പ്ലംബർ ആവണോ? പണിക്കാരനാവണോ? വേസ്റ്റ് പറക്കണോ? ചെളി കോരണോ? എല്ലാത്തിനും ഉണ്ടായിരുന്നു ഈ ബിനോയ് ചേട്ടൻ. ശക്തമായ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ ഹാള് ഇതോടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിച്ചത്, കമ്മിറ്റിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേതൃത്വം വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് ചേട്ടനാണ്. ഒപ്പം നല്ലൊരു സാമ്പത്തിക വിദഗ്ധനെ പോലെ ചെലവുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാവുമ്പോൾ അനുസരിച്ച് കൊടുക്കല്ല, എവിടെ 1 രൂപ ലാഭിക്കാം എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 200 ചാക്ക് സിമെന്റ് എടുക്കാമെന്ന് വിചാരിക്കാം. അതിന്റെ സിമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിരുന്ന സ്ഥലം അത് വിട്ട് ചിലപ്പോ 1 രൂപ അപ്പുറത്തെ ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു എടുക്കലിൽ 200 രൂപ ലാഭിക്കാറുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടാ എന്റെ 200 രൂപ ലാഭിക്കണേ? അപ്പൊ ആള് ചോദിക്കുന്നോട്, അച്ഛൻ തരും 200 രൂപ. 1 രൂപ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വെറുതെ ഒരാൾക്കും പോയിട്ടില്ല. അത്രയും സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്തതിന്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ 90 ലക്ഷം രൂപ മാത്രം ചെലവ് വരുന്ന എല്ലാ സജ്ജീകരണവും കൂടിയൊരു ഹോള്. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ലെങ്കിലും ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ രൂപതയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഹോളുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് നമ്മളെക്കാളും കുറച്ചുകൂടി സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അച്ഛന് ഇപ്പോൾ ചെലവ് 2 കോടി. 2 കോടി ചെലവ്, അല്പം കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ആ 2 കോടിയുടെ ഹോളാണ് ഇവിടെ 90 ലക്ഷം രൂപയ്ക്ക് പണി തീർത്തുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ നേതൃത്വം കൊടുത്തത് ഒരു പ്രാവശ്യം കൂടി കൈയടിച്ചോ, അദ്ദേഹത്തിന്റെ വലിയ മികവാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് തേശ്ശേരി ബഥേൽ പാരിഷ് ഹാൾ. കാരണം എനിക്കറിയില്ല പിതാവ് ഇതിനു മുമ്പ് 7 മാസം കൊണ്ട് ഒരു AC ഹാള് വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പിതാവ് പറയട്ടെ, ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് തേശ്ശേരിക്കാര്. കല്ലിട്ട് 7 മാസം കൊണ്ട് നമ്മൾ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ വലിയൊരു നേട്ടമാണ്. ഇത് ഒരാളുടെ മാത്രം നേട്ടമല്ല, വികാരിച്ചിന്റെ നേട്ടമല്ല, കൺവീനറുടെ മാത്രം നേട്ടമല്ല, കമ്മിറ്റിക്കാരുടെ മാത്രം നേട്ടമല്ല, ഇടവക സമൂഹം മുഴുവന്റെയും കൂടി നേട്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിനോയ് ചേട്ടന്റെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യവും നേതൃത്വ പാഠവും ആത്മാർത്ഥതയുമാണ്
ഈ സ്വപ്ന സാക്ഷാത്കാരം നിദാനമായി വന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ 100% വിശ്വസ്തയോടെ ഭംഗിയായിട്ട് ചെയ്ത ബിനോയ് ചേട്ടനെ പ്രത്യേകം തേശ്ശേരി ഇടവക സമൂഹത്തിന്റെ സാദരം സ്വീകരിക്കാനായിട്ട് കുടുംബാംഗങ്ങളോട് ചേർന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച 2 ജോയിന്റ് കൺവീനറാണ്. ആദ്യമായിട്ട് പറയുന്നത് ശ്രീ ജോൺസൺ കോക്കാടനാണ്. ബിനോയ് ചേട്ടന്റെ പോലെ തന്നെ ഈ ഹോളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാത്ത വ്യക്തി. എല്ലാ ദിവസവും ബിനോയ് ചേട്ടനെ പോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അത് വേറെ ഒരു ജോലിയും പോകില്ല, വേറെ എല്ലാ ജോലികളും മാറ്റി വെച്ചുകൊണ്ടാണ് ജോണേട്ടൻ ഇവിടെ ബിനോയ് ചേട്ടന് കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ജോണേട്ടൻ നമുക്കറിയാം ഇലക്ട്രീഷ്യനാണ്, ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷേ ഈ ഹോള് പണി തുടങ്ങിയ നാൾ മുതൽ പുറത്തു നിന്ന് ഒരു വർക്കും എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവനും ശ്വാസവും എല്ലാം ഈ ബഥേൽ പാരിഷ് ഹോളായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അവസാനം ഈ ഒരു 2 ആഴ്ച മുമ്പ് ഈ ഹോൾ പണിയുടെ ഭാഗമായിട്ടൊരു ഇവിടെ ഒരു ചെറിയൊരു മുറിവ് കൂടെ പണിക്കെട്ടിൽ സംഭവിച്ചതാണ്. അത്രയും എന്താ പറയാ, രക്തസാക്ഷി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അല്ലെ അത്രയും ഇതിനെ ആത്മാർത്ഥമായിട്ട് ഈ ഹോളിന്റെ ഇതിനു വേണ്ടി സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി വികാരിസിനോട് ചേർന്ന് ബിനോയ് ചേട്ടനോട് നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്നത് നമ്മുടെ ശ്രീ ജോൺ കോക്കാടനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹോള് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെൽഡിംഗ് ജോലിയായാലും ഇലക്ട്രീഷ്യൻ ജോലിയായാലും പ്രത്യേകിച്ച് ഇലക്ട്രിക് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും അവരോട് ചേർന്ന് ഓരോ കാര്യങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഏറ്റവും ആത്മാർത്ഥമായി കൂടെ നിന്നത് നമ്മുടെ ജോണേട്ടനാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്ന് നമ്മുടെ ജോണേട്ടനെ കുടുംബാംഗങ്ങളോട് കൂടെ പിതാവിൽ നിന്ന് സ്നേഹാദരം സ്വീകരിക്കാനായിട്ട് കൈകളടിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. പുറത്തു നിന്നുള്ള പണിക്കാരൻ ആദരവർദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. നല്ലൊരു കൈയടിയോടുകൂടി ജോണേട്ടനെ നമുക്ക് കൈയിലടിക്കാം. അടുത്തത് കൈക്കാരൻ ശ്രീ ഷിബു കള്ളിയത്തുറമ്പിലാണ്. അപ്പോളോയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാ ദിവസവും ഏകദേശം ഫസ്റ്റ് ആണ് ഷിബുചേട്ടൻ കയറാറുള്ളത്. രാവിലെ 6 മണിക്ക് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഷിബുചേട്ടൻ ഇറങ്ങും.
ജോലി വളരെ വലുതാണ്. കാരണം എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ് അദ്ദേഹം ഒറ്റയ്ക്കാണ് എല്ലാ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലികൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി എല്ലാ കണക്കുകളും കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ആത്മാർത്ഥമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ലേജോ പുലിശ്ശേരിയും ശ്രീ ജോസഫ് കളിയത്തുപറമ്പലിനെയും അഭ്യുന്ന പിതാവിൽ നിന്ന് തേശ്ശേരി ഇടവകയുടെ സ്നേഹാദരവ് സ്വീകരിക്കാൻ വേദിയിൽ ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീ ജോണി ചിങ്ങയാടനാണ്. നമുക്കറിയാം നമ്മുടെ പാരിഷ് ഹോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സമ്മാന കൂപ്പൺ അടിച്ചിറക്കിയിരുന്നു. അപ്പൊ അങ്ങനെ തീരുമാനിച്ചപ്പോഴും കൂപ്പണിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനുള്ള സ്പോൺസർമാരെയും ഒരുവിധം ഭൂരിഭാഗം സ്പോൺസർമാരെയും കണ്ടെത്തിയത് ജോണി ചേട്ടൻ ഒറ്റയ്ക്കാണ്. നമുക്ക് ഞാൻ പള്ളിയിൽ പറയും കൂടി ചെയ്തതാണ്. അങ്ങനെ അത് വിറ്റഴിക്കാനായിട്ട് ജോണി ചേട്ടന്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിൽ 7 ഇടവകളിൽ നമ്മൾ പോയിരുന്നു. ഏകദേശം 800 ബുക്ക് നമ്മൾ അടിച്ചു. അതിൽ 700ഓളം കൂപ്പൺ വിറ്റ് നമ്മൾ ഏകദേശം 7 ലക്ഷം രൂപ കൂപ്പണിൽ നിന്ന് മാത്രം നമ്മൾ ശേഖരിച്ചു. അത് ഒരു കൈയടിക്കാം നമുക്ക്. അത് വലിയൊരു ക്രെഡിറ്റ് ആണ് നമ്മുടെ. അപ്പോൾ പ്രത്യേകിച്ച് തീർത്ത് കൊടുത്തത് നമ്മുടെ ജോണി ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് തേശ്ശേരി ഇടവകയുടെ സ്നേഹാദരവ് സ്വീകരിക്കാൻ കുടുംബത്തോടൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ മുൻ മദറായിട്ടുള്ള അസിസ്റ്റന്റ് ട്രീസ ഗ്രേസ് ആണ്. തേശ്ശേരി ഇടവകയിൽ കഴിഞ്ഞ 3 വർഷക്കാലം സുദൃഢമായ സേവനം ചെയ്ത ബഹുമാനയുടെ മദർ ട്രീസ ഗ്രേസ് ഒരു മഠത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പോലും ഏറ്റവും കൂടുതൽ, ഞാൻ പള്ളിയിൽ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ കൂപ്പൺ വിൽക്കുന്ന ഒരു സമ്മാനം ഉണ്ടെന്ന്. ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റഴിച്ചത് നമ്മുടെ മുൻ മദറായിട്ടുള്ള സിസ്റ്റർ ട്രീസ ഗ്രേസ് ആണ്. ഏകദേശം 35 ബുക്കാണ് സിസ്റ്റർ ഒറ്റയ്ക്ക് വിറ്റത്. നമുക്കെല്ലാവർക്കും നിറഞ്ഞ കൈയോടുകൂടെ സിസ്റ്റർ നന്ദി പറയാം. സിസ്റ്റർ കുറച്ച് ദിവസമായിട്ട് നല്ല പനിയായിട്ട് കിടപ്പിലാണ്. അവരില്ല എന്നോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. അടുത്തത് ശ്രീമതി ഷേളി ആൻഡു കളിയത്തുപറമ്പിലാണ്. ഒരുപക്ഷെ തേശ്ശേരി ഇടവകക്കാർക്ക് ഈ പേര് അത്ര അറിയില്ലായിരിക്കും. കാരണം ഈ ചേച്ചിയുടെ വീട് പേരാമ്പ്ര ഇടവകയാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ, ഈ കൂപ്പൺ ഇറക്കിയിട്ട് മുൻ മദർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റഴിച്ചത് ഈ പേരാമ്പ്ര ഇടവകയിലുള്ള ഷേളി ചേച്ചിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? 20 ബുക്ക് ഒറ്റയ്ക്ക് വിറ്റു ഷേളി ചേച്ചി ഇവിടെ. അങ്ങനെ ഈ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് 20 ബുക്കുകളോളം വിറ്റ് നല്ല സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട ഷേളി ചേച്ചിക്ക് തേശ്ശേരി ഇടവകയുടെ സ്നേഹാദരവ് സ്വീകരിക്കാനായിട്ട് കൈയ്യടിയോടുകൂടെ നമുക്ക് സ്വീകരിക്കാം.
നമുക്കൊക്കെ വലിയ മാതൃകയും വലിയൊരു ചലഞ്ചുമാണ് ചേച്ചി. ഞാൻ പലവട്ടം പറയുന്നത് എങ്ങനെയാണ് ഇടവക്കാരെല്ലാവരും കണ്ടും എങ്ങനെയാണ് പ്രതീക്ഷണത്. അപ്പോൾ ചേച്ചി അത്രയും ആത്മാർത്ഥതയോട് അടുത്തത് ശ്രീ തോമസ് തളിയത്താണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാരിഷ് ഹോളിന്റെ വെൽഡിംഗ് ജോലിക്ക് കൂടെ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി പറയാം. ഈ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. കാരണം ഈ എപ്പോഴും വെൽഡ് ചെയ്തിട്ട് കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അത്രയും ബുദ്ധിമുട്ടുകളോടുകൂടെ എന്നാൽ ഒരു പരാതിയും പറയാതെയാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് നമുക്ക് വേണ്ടി ചെയ്തത്. നന്ദിയോടുകൂടെ ഓർക്കും തോമസ് ചേട്ടാ. ജോർജ് ചേട്ടനും ജോസഫ് ചേട്ടനും സണ്ണി ചേട്ടനും പണിക്കാർക്കും കമ്മിറ്റികൾക്കും വീട്ടിൽ നിന്നും നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ ജോർജ് ചേട്ടൻ ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും ആത്മാർത്ഥമായ സേവനത്തിന് തേശ്ശേരി ഇടവകയുടെ സ്നേഹാദരവ് സ്വീകരിക്കാൻ സ്നേഹിതരെ ക്ഷണിക്കുന്നു. ജോർജ് ചേട്ടനെയും സണ്ണി ചേട്ടനെയും ജോസഫ് ചേട്ടനെയും അടുത്തതായിട്ട് ശ്രീ അരുൺ സെബാസ്റ്റ്യൻ വെള്ളിയതുറപ്പിലാണ്. കൈയോട് നമുക്ക് നന്ദി പറയാം. സ്നേഹാദരവ് സ്വീകരിക്കാനായിട്ട് അരുൺ ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ തേശ്ശേരി നാടിന് തന്നെ അഭിനയാണ്. കേരളത്തിലെ പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റിലെ മെയ്പ്പയറ്റ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ തേശ്ശേരി നാടിന്റെ യശസ്സുയർത്തിയ പ്രിയമകൾ ഗൗരി എ നായർക്ക് തേശ്ശേരി ഇടവകയുടെ സ്നേഹാദരവ് സ്വീകരിക്കാൻ കൈകളടിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പാരിഷ് ഹോളിന് ഒരു പേരിടണം എന്ന് പറയുന്നു അല്ലെ. അങ്ങനെ പള്ളിയിൽ വിളിച്ച് പറയുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് പേരുകൾ സജസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് കമ്മിറ്റിക്കാർ ഒരു 5-6 പേര് സെലക്ട് ചെയ്തു. ആ 5-6 പേരുകൾ നമ്മൾ വാട്സപ്പിൽ കോളിട്ടു. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ബദേൽ എന്ന പേരാണ്. അങ്ങനെയാണ് ഈ ഹോളിലെ ബദേൽ എന്ന പേര് വന്നത്. ഈ പേര് സജസ്റ്റ് ചെയ്തത് 3 പേരാണ്. ആ 3 പേർക്ക് ഇന്ന് സമ്മാനങ്ങളുണ്ട്. പേരോട് മുന്നോട്ട് കടന്നു വരിക. ശ്രീമതി ഷില്ലി ഷാജു കള്ളിയതുപറമ്പിൽ, ശ്രീമതി ജിജി ജോജു ആനേക്കൽ, ഒപ്പം ഡെൽന ജോൺസൺ കോക്കാട്. 3 പേരെയും അഭിമന്യ പിതാവിൽ നിന്ന് ആദരവ് സമ്മാനം സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഇവരാണ് ബദേൽ എന്ന പേര് നമുക്ക് വേണ്ടി എഴുതിയിട്ടത്, സജസ്റ്റ് ചെയ്തത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിതാവേ, ഈ ആദരവ് ഇവിടെ പൂർണ്ണമാവുന്നില്ല. ജെയിംസ് അടിയുന്നച്ചൻ ആദ്യമായി നമുക്ക് വികാരി ആയത് മുതൽ മാറി മാറി വന്ന വികാരിമാരൊക്കെ നമ്മുടെ കൈകളോടുകൂടി അച്ഛനൊരു നന്ദി സൂചകമായിട്ട് കൊടുക്കണം.
ഒരായിരം നന്ദി അച്ഛ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MP. പിതാവ് പറഞ്ഞത് മനോഹരമായിരിക്കുന്നു. ഞാൻ ഒരു വാക്കുകൂടി കുറിച്ചിരുന്നു, അതിമനോഹരമായിരിക്കുന്നു. ഈ അതിമനോഹരമായിരിക്കുന്ന പാരീഷോട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകളുടെ പരിശ്രമമുണ്ടാകും. വികാരികളടക്കം, ഈ ഇടവകയിൽ ഇടവാങ്ങലടക്കം, അതുപോലെ തന്നെ പിതാവിൻ്റെ പ്രാർത്ഥന, അനുഗ്രഹം, നമ്മുടെ അമ്മമാരുടെ കന്യാസ്ത്രീമാരുടെ സഹായങ്ങൾ, നാട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു പുലിയെ പോലെ, ഇവിടെ നേരത്തെ നമ്മുടെ പ്രസന്റേഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു പുലിയെ പോലെ നിന്ന് ഇതിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജൈനച്ചനാണ്. അച്ഛനെല്ലാവരെയും കൂടി അനുമോദിച്ചു, ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കും. എല്ലാവരുടെയും സഹായം, പങ്കാളിത്തം, സഹകരണം, സർവോപരി എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ ഹോള് ഇത്ര മനോഹരമാക്കിയിട്ടുള്ളത്. ഈ ഹോള് ഇനിയും ഇടവകാംഗങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുകാർക്ക് ഒരു സഹായമായി മാറും, ഒരു അനുഗ്രഹമായി മാറും വിശ്വസിക്കുന്നു. ഇനി ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും എനിക്ക് അനുമോദിച്ചുകൊണ്ട് ആശംസകൾ നൽകുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം ചെയ്യും. തേശ്ശേരി ഇടവക്കാരുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജൈനച്ചന് നിങ്ങളെല്ലാവരുടെയും പേരിൽ, രൂപതയുടെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ എല്ലാവരും വിശേഷിപ്പിച്ചൊരു കാര്യത്താണ് ഒരു പുലി എന്നുള്ള ഇതിൽ വിശേഷിപ്പിച്ചത്. ഞാൻ പറയായിരുന്നു പുലിമടയിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് പുലി ആവാണ്ട് പൂച്ചയാവാനുള്ള ഒരു തരവില്ല. അതുകൊണ്ടാണ് പുലിയെപ്പോലെ ആദ്യമായി ലഭിച്ച ഈ ഒരു ഇടവക അതിൻ്റെ വലിയൊരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. 7 മാസം കൊണ്ട് അത് പൂർത്തിയാക്കിയത് അച്ഛൻ്റെ വലിയൊരു നേതൃത്വ പാഠമാണ്. ഞങ്ങളേറെ എന്താ പറയുക, 1.5 വർഷത്തോളം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചതിനാണ്. പിതാവിൻ്റെ വലം കൈയായി എല്ലായിടത്തും ഓടി നടന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ഇടവകയിൽ കൊണ്ടുവന്നാക്കുമ്പോഴും ഏറെ പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അച്ഛനിലൂടെ കുറേയേറെ കാര്യങ്ങൾ നടക്കും, കാരണം അത് ചെയ്യാൻ കഴിവുള്ളൊരു അച്ഛനാണ്. അതിന് പുറകിൽ കുറേയേറെ ആളുകളുടെ പരിശ്രമമുണ്ട്. ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമാ നഗരം വളരെ മനോഹരമാണ്. അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. അതിന് പുറകിൽ പ്രവർത്തിച്ച കുറേയേറെ ആളുകളുണ്ട്, ഒത്തിരിയേറെ വർഷത്തെ പ്രയത്നമുണ്ട്. അതുപോലെ ഇങ്ങനൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിലകൊണ്ട നമ്മുടെ പൂർവികർ, ആദ്യത്തെ സ്വപ്നം ഒരു ഇടവക ഉണ്ടാവണം, ഇടവക ദേവാലയം ഉണ്ടാകണം, പിന്നീട് നമ്മുടെ പള്ളി പരിസരം വൃത്തിയാക്കണം, ഹാളുണ്ടാവണം. അങ്ങനെ ഓരോന്നായി ഈ തേശ്ശേരി ഇടവക പൂർത്തീകരിച്ച് ഇന്നിവിടെ എല്ലാവർക്കും അഭിമാനിക്കത്തക്ക രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടെ സൗകര്യങ്ങളോടുകൂടെ കുറഞ്ഞ ചെലവിൽ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ഹാൾ തീർത്ത ബഹുമാനപ്പെട്ട ജൈനച്ചന് രൂപതയുടെ പേരിലും ഞങ്ങളുടെ എല്ലാ ഇടവകാംഗങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഒപ്പം കൂടെ നിന്ന എല്ലാ ഇടവകക്കാർക്കും നന്ദി പറയുകയാണ്. നമുക്കറിയാലോ, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിന് ഒത്തിരിയേറെ പേര് അനുകൂലിക്കുന്നവരുണ്ടാകാം, പ്രതികൂലിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒരു പ്രതികൂലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ തളരാതെ വളരെ നന്നായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അച്ഛൻ നേതൃത്വത്തിൽ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ വിളിച്ച് ആദരിച്ച ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന വലിയ സന്തോഷവും എന്താ പറയുക, ആനന്ദ കണ്ണീരും അവരുടെ ആ ആത്മാർത്ഥതയുടെ പ്രകടനമാണ്. ബഹുമാനപ്പെട്ട അച്ഛനത് വളരെ നന്നായി അവരെല്ലാവരെയും അംഗീകരിച്ച് ആദരിച്ച് അവർ സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എനിക്ക് തോന്നണേ എന്തിനേക്കാളും വലിയൊരു സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജയനച്ച അച്ഛൻ്റെ നേതൃത്വത്തിന്, അച്ഛൻ ഈ ഇടവകയ്ക്ക് നൽകിയിട്ടുള്ള ഈ വലിയ കാര്യത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ആദ്യത്തെ ഓരോ ശുശ്രൂഷയിലെ ആദ്യത്തെ ഇടവക വികാരിയായി വന്നത് ഈ തേശ്ശേരി പള്ളിയിലാണ്. അതുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തിലും ഒരിക്കലും ആ ഇടവകയെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ്റെ ഈ നല്ല ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ പുറകിൽ കുറച്ച് എല്ലാവരെയും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തേശ്ശേരി പള്ളിയുടെ ബദൽ പാരിഷ് ഹാൾ ഉദ്ഘാടനം ചെയ്ത ആരാധനായ
അഭിഷേക് ഫാദർ, പ്രിയമുള്ള വേദിയിലിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാർ, മഹത് വ്യക്തികൾ, പ്രിയപ്പെട്ട ജനപ്രതിനിധി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ, കൊടകര ഗ്രാമപഞ്ചായത്തിന് തേശ്ശേരി പള്ളിയുമായിട്ടുള്ള ബന്ധം, ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭകൾ ഇവിടെയാണ് നടക്കാറുള്ളത്. ഈ 10ാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു ഹോൾ കൂടിയാണ് ഇവിടെ. ഞാൻ വന്നപ്പോൾ ചോദിക്കുകയായിരുന്നു, ആ പഴയ ഹോൾ ഇവിടെ ഉണ്ടോ, അത് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇത് പണിതത് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആദ്യമായി നന്ദി പറയുകയാണ്. നമ്മൾ ആദ്യത്തെ 1ാം സമ്മാനം ഗോൾഡ് കോയിനാണ്. ഏകദേശം 20,000 രൂപയോളം വരുന്ന ഗോൾഡ് കോയിനാണ്. അത് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തോമസ് മേലേപ്പുറം കോട്ട എന്ന വ്യക്തിയാണ്. ലിറ്റിൽ ഫ്ലവർ കോംപ്ലക്സ് എന്ന സ്ഥാപനം അദ്ദേഹത്തിൻ്റെ ചാലക. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ആകാംക്ഷയാണ്, ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? 7 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ ഹാൾ നിർമ്മാണത്തിന് വേണ്ടി കൂപ്പണിലൂടെ സമാഹരിച്ചത്. ആ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും. അമ്പിളിച്ചേച്ചി നന്നായി മിക്സ് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അത്ര പെട്ടെന്നൊന്നും ആർക്കും തരില്ല എന്നുള്ള ഒരു ശ്രമം കൂടി അതിന് പുറകിലുണ്ട്. യെസ്, നമ്പർ 8834 ലിറ്റിൽ മേരി താണിശ്ശേരി. ആര് വിറ്റ് കൂപ്പണമെന്നറിയോ? അറിയില്ല. ഫോൺ നമ്പർ ഉണ്ട്, വിളിക്കാം. അടുത്ത 2ാം സമ്മാനം വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിത്രം ഫാമിലി ഗ്രൂപ്പ് തേശ്ശേരി. ചിത്രം ഫാമിലി ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഒന്നാം സമ്മാനം താണിശ്ശേരിയിലേക്ക് പോയെങ്കിലും 2ാം സമ്മാനമായ വാഷിംഗ് മെഷീനെങ്കിലും നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കാം. 2ാം സമ്മാനത്തിന്റെ നമ്പർ 3235 ഡിനോയ്, പേര് എഴുതിയിട്ടുള്ളത് ഡിനോയ്. 3235. അടുത്ത 3ാം സമ്മാനമാണ്. 3ാം സമ്മാനം LED TV. LED TV സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോസന്ന ബേക്കറി പേരാമ്പ്ര. റോസന്ന ബേക്കറി പേരാമ്പ്രയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. മൂന്നാം സമ്മാനം TV 5133 5133 റെജിമോൻ KL. താങ്ക് യു അമൃത ചേച്ചി. തിരക്കേറിയ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ നേരം വൈകാലും ഞാൻ ഓടിയെത്തിയത്. ഇതിനെ കല്ലിടാനായിട്ട് ആ സമയത്ത് ഞാൻ എത്തിയിരുന്നു. വളരെ ചുരുങ്ങിയ സമയമുണ്ട്, 7 മാസം. അത് കൊണ്ട് തീർത്തു എന്ന് പറയുമ്പോഴും ഇത് അഭിനന്ദിക്കാതെ കഴിയും. ഇത് വളരെ അസൂയയോടെ മാത്രമേ ദേശീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കൂ.
ശാന്തമായി ഒഴുകി അത് എത്തേണ്ടടുത്ത് എത്തും, വേറെ എങ്ങും ചെന്ന് ചേരില്ല എന്ന് ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് മനസ്സിലാകുന്നു. ഞാൻ എല്ലാ മംഗളങ്ങളും തരുന്നു. നിങ്ങൾ രണ്ടുപേരും കേട്ടോ, 3 പേരുടെ കൊക്കയെന്ന് കൊടുക്കാതെ ഞാൻ അഭിനന്ദിക്കാം. കൺവീനറുമുണ്ട്. ഞങ്ങളുടെ 3 അച്ഛന്മാരെന്ന് പറയുമ്പോൾ ഫൊറോനയിലെ ഏകദേശം 21 പള്ളിയുണ്ട്. ഞാനൊരു രൂപതയിലെ ഏറ്റവും വലിയ ഫൊറോന ഏതാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി ഫൊറോനയാണ്. 21 പള്ളികളുള്ള ഒരു ഫൊറോന. ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഫൊറോന ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടിയാണ്. അപ്പം ആ ഫൊറോനയിലെ തിളക്കമാറുന്ന പ്രവർത്തനം കാഴ്ചവെച്ച ജയനച്ചനും ഇടവകക്കാർക്കും, അച്ഛന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഫൊറോന പേര് എന്ന വിധത്തിൽ ഫൊറോനയിലെ എല്ലാ അച്ഛന്മാരുടെയും എല്ലാ ഇടവകളുടെയും അഭിനന്ദനങ്ങൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അച്ഛനെ തരും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പാരിഷ് ഹാൾ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഴയ പള്ളി പൊളിച്ച് അവിടെ പാരിഷ് ഹാൾ പണിയാൻ പൊതുയോഗം തീരുമാനിക്കുകയും ചെയ്തു. യോഗത്തിൽ പാരിഷ് ഹാൾ നിർമ്മാണ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. തുടർന്ന് കമ്മിറ്റിയിൽ നിന്നും ജനറൽ കൺവീനറായി ശ്രീ ബിനോയ് കള്ളിക്കറമ്പിൽ, ജോയിന്റ് കൺവീനർമാരായി ശ്രീ ജോൺസൺ പോക്കാടൻ, ശ്രീ ജോൺ മഞ്ഞാങ്ങ, ട്രഷറർ ശ്രീ ബെന്നി കള്ളിത്തുറമ്പിൽ, കമ്മിറ്റി അംഗങ്ങളായി ജോണി ചെങ്ങിനിയാടൻ, ഷാജു കള്ളിത്തുറമ്പിൽ, മനു ഡേവിസ്, ബിജു കള്ളിത്തുറമ്പിൽ, ടോമി ആനീക്കൽ, ജോഷി എലോപ്പിങ്കൽ, ജോസഫ് കള്ളിത്തുറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. കൂടാതെ നിലവിലെ കൈക്കാരന്മാരും യൂണിറ്റ് പ്രസിഡന്റുമാരും നിർമ്മാണ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുമെന്ന് തീരുമാനിച്ചു. നവംബർ 17-ാം തീയതി അഭിമന്യ പിതാവ് മാർ പോളി കണ്ണുകാടൻ പാരിഷ് ഹാളിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 3,79,500 രൂപ, ജപമാല യൂണിറ്റിൽ നിന്ന് 4,16,500 രൂപ, ലൂർദ് മാത കുടുംബ യൂണിറ്റിൽ നിന്ന് 2,69,000 രൂപ, പ്രസാദകരനാഥ യൂണിറ്റിൽ നിന്ന് 3,70,761 രൂപ, സെന്റ് മേരീസ് യൂണിറ്റിൽ നിന്ന് 10,42,745 രൂപ, വിമലത യൂണിറ്റിൽ നിന്ന് 3,47,000 രൂപ. ആകെ വരവ് 28,25,506 രൂപ. മാതൃസംഘം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജയനച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രേം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്കിവിടെ കിട്ടില്ലെന്ന് ഉറപ്പായി. കാരണം എനിക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവ സമ്പത്തോ ഒരു ആധികാരികതയോ ഒരു അറിവോ എനിക്കില്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിലും അയോഗ്യനായ എന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്തു എന്നുള്ള ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കാരുണ്യം എന്നുകൊണ്ട് മാത്രമാണ് ഈ ബഥേൽ പാരിഷ് ഹാൾ ഇങ്ങനെ. പ്രത്യേകിച്ച് അഭിമന്യ പിതാവിനോട് ഞാൻ അന്ന് അപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ ചോദിച്ചു, പിതാവെ ഒരു ഹോള് പണിയാനുള്ള ആഗ്രഹം അവിടെ ഉണ്ടെന്ന് കേട്ടു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഇടവകേനെ പഠിച്ചതിന് ശേഷം ഇടവകയ്ക്ക് ആവശ്യമാണെങ്കിൽ ജനിച്ചത് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ പൊതുയോഗത്തിൽ ചർച്ച വന്നു. അങ്ങനെ ഒരു ഹോള് പണിയാൻ ഒരു ആഗ്രഹം നമ്മൾ തുടങ്ങിയത്. അങ്ങനെ നവംബർ മാസത്തിൽ കല്ലിട്ട്, നവംബർ മാസം 17-ാം തീയതി കല്ലിട്ട്, അന്ന് കല്ലിടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആകെ 30 ലക്ഷം രൂപയുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു, 50 ലക്ഷം, 30 ലക്ഷം കയ്യിലുണ്ട്, പിന്നെ 25 ലക്ഷം വാഗ്ദാന സംഖ്യ ഞാൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് പിരിച്ചു ചോദിച്ചു. അങ്ങനെ 55 ലക്ഷം കൊണ്ട് അത്യാവശ്യം കെട്ടിടത്തോട് കൂടെ ഒരു ഹോള് പണിയുക. ബാക്കിയുള്ളവർക്ക് പൈസ ഉണ്ടാകുമ്പോൾ ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു മനസ്സിൽ. പക്ഷേ ഹോള് പണി തുടങ്ങിയത് മുതല് പിന്നെ ഇങ്ങനെ പൈസ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ചെറിയ നിക്ഷേപം, വിധവയുടെ കൊച്ചു കാശ് എന്ന് പറയുന്ന പോലെ അത്രയും ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, വെച്ചാൽ എന്റെ അടക്കിയ പറക്കി വിറ്റ് പൈസയാണ്, അല്ലെങ്കിൽ എന്റെ വിധവ പെൻഷൻ കിട്ടിയ പൈസയാണ്. അത്രയും നമ്മ വിധവയുടെ കൊച്ചു കാശ് മുതല് വലിയ കാശ് വരെ ഒരുപാട് ഉദാര മനസ്സുകൾ, സുമനസ്സുകളുടെ സംഭാവനയുടെ ഫലമാണ് പ്രിയപ്പെട്ടവരെ മനോഹരമായിട്ടുള്ള ഈ ബഥേൽ പാരിഷ് ഹാൾ എന്നുള്ളതാണ്. ഈ ബൈബിളിൽ വചനമുണ്ട്, നിങ്ങൾക്കറിയാം, ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവന്
അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് ആദ്യമേ കണക്ക് കൂട്ടി നോക്കാത്തവൻ ആരുണ്ട്? ഇനി പണി പൂർത്തിയായില്ലെങ്കിൽ എന്ത് പറയും? കാണുന്നവരെല്ലാം അവനെ അധിക്ഷേപിക്കുകയും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന ഒരു ബൈബിൾ വചനമുണ്ട് അല്ലേ? അപ്പൊ എന്റെ മനസ്സിലും ഈ വചനം ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ, ദൈവമേ ഗോപുരം പണിയാൻ തുടങ്ങിയിട്ട് മിക്കവാറും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ? പക്ഷെ അങ്ങനെ നിർത്തേണ്ടി വന്നില്ല. വചനം പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് ഈ ബഥേൽ എന്ന് എളിമയോടുകൂടി ഞാൻ ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ആദരിച്ചവരെ കുറിച്ച് പറഞ്ഞതുപോലെ, നമ്മുടെ ജനറൽ കൺവീനർ ആയിട്ടുള്ള ബിനോയ് ചേട്ടൻ മുതൽ നമ്മുടെ ജോയിന്റ് കൺവീനർമാരെ കൈകാരന്മാർ മുതല് നമ്മുടെ ഇടവക സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി ഇടവകയിലെ ഓരോ കാര്യങ്ങളും അല്ലെ, നമ്മുടെ യുവജനങ്ങളാണെങ്കിൽ ആക്രി പറക്കി പൈസ തന്നു, അതുപോലെ മാതൃസംഘാണെങ്കിൽ ബിരിയാണി ചലഞ്ച് നടത്തി, നമ്മുടെ KLM നവമി കൂട്ടായ്മയാണെങ്കിൽ അവർ ടൂർ പോയി മിച്ചം വെച്ച് പൈസ തന്നു, കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പല രീതിയിലാണ് പൈസ തന്നത്. പിന്നെ 1 ലക്ഷം രൂപ ഏകദേശം 1 ലക്ഷം മുകളിൽ ഏകദേശം 12 പേര് തന്നു. പിന്നെ പലിശരഹിത വായ്പയായിട്ട് ഏകദേശം 15 പേര് തന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ തേശ്ശേരി ഇടവക സമൂഹം മുഴുവന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വപ്നം പൂർണ്ണീകരിക്കാൻ സാധിച്ചത്. തേശ്ശേരി ഇടവക സമൂഹം മാത്രമല്ലാട്ടോ, പ്രത്യേകിച്ച് ഇപ്പൊ പേരാമ്പ്ര, കനകമല തുടങ്ങിയുള്ള പുറത്തുള്ള കോട്ട തുടങ്ങിയ ഇടവകളിൽ നിന്നുള്ള ആൾക്കാർ കൂടെ എനിക്ക് പൈസ എടുത്ത് തന്നിട്ടുണ്ട്. ഒപ്പം ഞാൻ കൊച്ചനായിട്ടിരുന്നിട്ടുള്ള പള്ളികൾ ചാലക്കുടി മുതൽ ഇരിഞ്ഞാലക്കുട, ചൗക്ക തുടങ്ങിയ ഇടവകളിലൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് പലരോടും വിളിച്ച് സംസാരിച്ച് പൈസ കളക്ട് ചെയ്തിട്ട് ഏകദേശം ഞാൻ എന്നെ ഇതാക്കി പറഞ്ഞതല്ല, എന്നെ പൊക്കി പറയുന്നതല്ല, പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ട് 4 ലക്ഷത്തിലധികം രൂപ ഞാൻ ഈ ഒരു മോള് പഠിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു സ്വയം ഞാൻ പൊക്കി പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു എളിയൊരു പരിശ്രമമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഇടവക സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ, ഒപ്പം തന്നെ കൂപ്പൺ വിൽക്കാൻ നമ്മൾ 7 ഇടവകളിൽ പോയി. അങ്ങനെ അതൊക്കെ ഒരുപാട് എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ പ്രായം കൂടിയവരാണ് ഏറ്റവും കൂടുതൽ മുടങ്ങാതെ വന്നത്. അത് എടുത്തു പറയേണ്ടവരാണ്. അത് ഒക്കെ പലപ്പോഴും അവരുടെയൊക്കെ അധ്വാനം കാണുമ്പോൾ അത്രയും കോരിച്ചൊറിയുന്ന മഴയത്തൊക്കെ അത്രയും പ്രായത്തോടുകൂടെ ഒരുപാട് വരുന്നത് കാണുമ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി കുഴപ്പമില്ല, ചേച്ചി വന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. അത്രയും ത്യാഗത്തോടു കൂടെയാണ് കൂപ്പൺ വിൽക്കാനായിട്ട് അവർ ഒത്തിരി പേര് മുന്നോട്ട് വന്നത്. പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞത്. അതായത് ദൈവഹിത പ്രകാരം പൂർത്തിയാക്കുന്ന കെട്ടിടമാണ് ബഥേൽ. ദൈവഹിത പ്രകാരം പൂർത്തിയാക്കുമ്പോൾ അത് ബഥേലായി മാറും. അത് ദൈവഹിത പ്രകാരം അല്ലെങ്കിലാണ് അത് എന്തായി മാറുന്നത്? ബാബേലായി മാറുന്നത് അല്ലെ? ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ ഗോപുരം പണിയുന്നുണ്ട്. അവിടെ ആളുകളുടെ അഹന്ത കൊണ്ടും അഹങ്കാരം കൊണ്ടും ആ ബാബേൽ ഗോപുരം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ബഥേൽ ഇന്ന് പൂർത്തിയാകുമ്പോൾ അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഇടവകസനം ഒറ്റക്കെട്ടായിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നപ്പോൾ, കമ്മിറ്റിക്കാരോട് ചേർന്ന് നിന്നപ്പോൾ നമുക്ക് ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒരിക്കൽ കൂടെ ഈ കമ്മിറ്റി അംഗങ്ങളോടും ഇടവക സമൂഹത്തോടും ഏറ്റവും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ സങ്കീർത്തന വചനമാണ് ഈ പാരിഷ് ഹോൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. അതിനാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജൈനച്ചനോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിവിധ ഘട്ടങ്ങളിൽ നമ്മോട് ചേർന്ന് നിന്ന് ഓരോ വർക്കും ചെയ്തവരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി ഓരോ വ്യക്തികളെ ാക്കി തന്നത് കഞ്ചിക്കോടുള്ള നിതിൻ ചേട്ടനാണ്. നിതിൻ ചേട്ടന്റെ സ്നേഹപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹാഫ് ഓഫ് ദി ബിൽഡിംഗ് നമുക്ക് ചെയ്തു തന്നത് അനിൽ ചേട്ടനും കൂട്ടാളികളുമാണ്. അനിലേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തേശ്ശേരിയുടെ ആദരവ് സ്വീകരിക്കുവാൻ
അനിലേട്ടനെ സാദരം ക്ഷണിക്കുകയാണ്. ഈ ഹാളിൻ്റെ മേൽക്കൂരയുടെ വർക്ക് ചെയ്തു തന്നത് നമ്മുടെ അടുത്തുള്ള ഇടവകക്കാരൻ കൂടിയായ അനിലേട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫൗണ്ടേഷൻ വർക്കുകളും കട്ട കെട്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു തന്ന അനിലേട്ടന് നമ്മുടെ ഇടവകയുടെ ആദരം അർപ്പിക്കുകയാണ്. ഈ മനോഹര ഹാളിൻ്റെ മേൽക്കൂരയുടെ വർക്ക് ചെയ്തു തരുന്നത് നമ്മുടെ അടുത്തുള്ള ഇടവകയായ കനകമലക്കാരനായ ബിനോയ് മഞ്ഞളിയാണ്. ബിനോയ് മഞ്ഞളിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബിനോയ് മഞ്ഞളിക്ക് വേണ്ടി ബിനോയ് മഞ്ഞളിയുടെ മകൾ ആ സ്നേഹം ഏറ്റുവാങ്ങും. സീലിംഗ് വർക്ക് ചെയ്തു തന്ന വിഷ്ണു ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തേശ്ശേരി ഇടവകയുടെ ആദരം ഏറ്റുവാങ്ങുവാൻ സീലിംഗ് വർക്കുകൾ ചെയ്തു തന്ന വിഷ്ണു ചേട്ടനെ ക്ഷണിക്കുന്നു. ജോബോളിനെ ക്ഷണിക്കുകയാണ്. ആരും അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ കൃത്യമായി നമുക്ക് ഡയറക്ഷൻ നൽകുകയും ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്ത ജോബി ജോസ് ചേട്ടനെ ഈ വേദിയിലേക്ക് തേശ്ശേരിയുടെ ആദരവ് വാങ്ങുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് മതബോധനം